വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുന്ന ഒത്തിരി പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. കർത്താവ് അവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബ്ലെസ്സിങ് ടുഡേ റെഗുലർലി. എന്നാൽ ഈ പ്രോഗ്രാം തുടങ്ങുന്ന ഈ സമയത്ത് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ, ഒരു റിലേറ്റീവിനെ, പരിചയക്കാരനെ ഫോൺ ചെയ്ത് പറയുക, ഈ സമയത്ത് തന്നെ ഈ ചാനൽ വീക്ഷിക്കുക, അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. അല്ലെങ്കിൽ ഒരു SMS അയക്കുക, ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഒത്തിരി പേർ അതിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ഈ ബ്ലെസ്സിങ് ടുഡേ പരിചയപ്പെടുത്തിയ പലരും അനുഗ്രഹിക്കപ്പെട്ടതായി പലരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പാലക്കാട് നിന്നുള്ള മോഹനനും ശ്രീദേവിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാധ്യതകൾ ഒന്നുമില്ലാതെ ഒരു സ്വന്തം ഭവൻ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. മോഹന് ആത്മീയമായി അങ്ങ് അനുഗ്രഹിക്കണമേ, ശാരീരികമായി അങ്ങ് അനുഗ്രഹിക്കണമേ. ശ്രീദേവിക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് നല്ല ഒരു ജോലി വളരെ നല്ല ശമ്പളത്തിൽ ലഭിക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീനാഥും ജോഷുവായും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോഷുവയ്ക്ക് സംസാരിക്കുവാനുള്ള ആ ബുദ്ധിമുട്ട് മാറിപ്പോകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സഹോദരന് സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാകാൻ, അതുപോലെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സക്സസ്സിനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം മുഴുവൻ നല്ല ആരോഗ്യത്തിൽ നിറയട്ടെ എന്ന് മാത്രമല്ല, എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വലിയ യൂണിറ്റി ഉണ്ടാകാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും ലോകമെമ്പാടും ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരും ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ജൂലൈ 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നവനീതം ഓഡിറ്റോറിയം, ചിന്മയ ബാലഭവന് സമീപം, കണ്ണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ആഗസ്റ്റ് 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ഈ സിസ്റ്ററിൻ്റെ പേര് ഡീന പൗലോസ് എന്നാണ്. താനൊരു നേഴ്സാണ്. അപ്പോൾ തന്നെ ഡീനയുടെ അമ്മ എല്ലാ ദിവസവും ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്യുന്ന ഒരു അമ്മയാണ്. ഓക്കെ. പക്ഷേ ഡീന അത് കാണാറില്ല. ഓക്കെ. അവസരമില്ലാഞ്ഞിട്ടല്ല, എന്തോ ഒരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡീനയ്ക്ക് അബുദാബിയിൽ ഒരു ജോലി വേണമെന്നൊരാഗ്രഹം വന്നത്. വേറൊന്നും കൊണ്ടല്ല, തൻ്റെ സഹോദരി ചേച്ചി അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി അവിടെ ഉള്ളത് കൊണ്ട് തനിക്കും അവിടെ പോയി നല്ലൊരു ജോലി ചെയ്യണമെന്നൊരാഗ്രഹം തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഹാദിൻ്റെ ഒരു എക്സാം എഴുതണമെന്നുണ്ടായിരുന്നു. ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബിയുടെ ഒരു എക്സാമാണ്. അത് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇത് വളരെ ടഫായിട്ടുള്ളൊരു എക്സാമായിരുന്നു. അതിനുവേണ്ടി താൻ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീ ബ്ലെസ്സിങ് ടുഡേ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അതിനു വേണ്ടിയിട്ടാണ് ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്ത് തുടങ്ങിയത്. ഡീന പറഞ്ഞത്, ആദ്യത്തെ ദിവസം ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്ത് കഴിഞ്ഞത് മുതൽ, കണ്ടു കഴിഞ്ഞത് മുതൽ തനിക്ക് എന്തൊന്നില്ലാത്തൊരു ആവേശം തോന്നി. തനിക്ക് എത്ര നാൾ മുമ്പാണ് മോളിത് കാണാൻ തുടങ്ങിയത്? 10 മാസത്തിന് മുമ്പാണ് ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത്. ഈ പ്രായത്തിലൊക്കെ ഉള്ള പെൺകുട്ടി ആദ്യം കാണേണ്ട പ്രോഗ്രാം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും കേട്ടല്ലോ അല്ലേ? എല്ലാ പെൺകുട്ടികളൊക്കെ കേട്ടല്ലോ. ഓക്കെ. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും തനിക്ക് ഈ പ്രോഗ്രാം കാണുവാൻ വലിയൊരു ആവേശം വന്നുകൊണ്ടിരുന്നു. തനിക്ക് നഴ്സിംഗ് ജോലിക്ക് ഇവിടെ കോഴിക്കോടാണ് താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പോകേണ്ട അത്യാവശ്യമുള്ളപ്പോൾ തന്നെ അരമണിക്കൂർ ഇതിനു വേണ്ടി താൻ മാറ്റി വയ്ക്കും
വയ്ക്കുവാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ താൻ ഇത് കാണാൻ തുടങ്ങിയപ്പോഴേക്കും തൻ്റെ ഉള്ളിലേക്കൊരു ധൈര്യം വരാൻ തുടങ്ങി. അപ്പോൾ ഈ എക്സാമിനെ കുറിച്ചുള്ള പേടി തൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഇത് എനിക്ക് എഴുതുവാൻ സാധിക്കുമോ, എഴുതിയാൽ ഞാൻ പാസ്സാകുമോ എന്നൊക്കെയുള്ളൊരു ഭയമുള്ളപ്പോൾ തന്നെ ഈ TV പ്രോഗ്രാം കാണുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ഒരു ആവേശം വരാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഡാമിയൻ ബ്രദർ ഇങ്ങനെ TV പ്രോഗ്രാമിലൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്, നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അലമുറയിട്ട് കരയേണ്ട ആവശ്യമില്ല, ഒത്തിരി അങ്ങോട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഞാൻ ഇതിനു മുമ്പ് ഡേറ്റ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ബ്രദറെ. ഡേറ്റ് കിട്ടുന്നില്ല, ഡേറ്റ് പോലും കിട്ടുന്നില്ലായിരുന്നു. 5-6 മാസം ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നു, പഠിച്ചു. എന്ന് വെച്ചാൽ റിസൈൻ ചെയ്താ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചത്. ഈ എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റിസൈൻ ചെയ്ത് ആണ് വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ ജോലിയില്ല, അങ്ങനെ ഒത്തിരി ഇതിനു വേണ്ടി പഠിച്ചു. എന്നിട്ടും ഡേറ്റ് കിട്ടുന്നില്ല. ഏജൻസികളാണെങ്കിൽ പറയുന്നു നിങ്ങൾ പൈസ തിരിച്ച് മേടിക്കുകയായിരിക്കും നല്ലത്, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നു. ഇത് പറയുന്നത് ശരിയാണോ എന്നറിയാൻ ഞാൻ മറ്റേ ഏജൻസീനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അന്ന് ഞാൻ ഒരു ദിവസം ബ്ലെസ്സിംഗ് ടുഡേ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾ ഒരുപാട് അലമുറയിട്ട് കരയണ്ട, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവത്തിലൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് ബ്രദർ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ മുതൽ താൻ കരയുന്നതും അലമുറയിടുന്നതൊക്കെ നിർത്തി, റിലാക്സ്. ആ നിമിഷം മുതൽ വലിയൊരു ധൈര്യം തൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ താൻ ഇതിനു വേണ്ടി ഒത്തിരി കരഞ്ഞില്ല, ഉപവസിക്കില്ലായിരുന്നു, പക്ഷെ ഒത്തിരി സമയം ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ നിർത്തി. പക്ഷേ ബ്രദർ പറഞ്ഞ ഈ വാക്ക് തൻ്റെ ഉള്ളിൽ എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരുന്നു. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ആ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ മതിയായവനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന പിതാവ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല, പക്ഷേ അനാവശ്യമായി വേവലാതിപ്പെട്ട് വല്ലാത്ത രീതിയിൽ നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. ബാക്കി പറഞ്ഞു. ആ സമയത്താണ് താൻ ഇപ്പം പറഞ്ഞ ഈ ഒരു ഭയത്തിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതായത് തൻ്റെ ഫ്രണ്ട്സൊക്കെ തമ്മിൽ വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് ഡേറ്റ് കിട്ടിയോ? അപ്പോൾ പറയും എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞ് നീന പറയും, അവരൊക്കെ എനിക്ക് ഡേറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നീന പറയും എനിക്ക് ഡേറ്റ് കിട്ടും. വിശ്വാസം കൊണ്ട് പറയാൻ തുടങ്ങി. അതിനുവേണ്ടി താൻ അപ്പോഴും ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം താൻ എറണാകുളത്തുള്ള പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു, പറഞ്ഞു ഈ ഒരു വിഷയം പറഞ്ഞ് താൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് അവിടെ ഫോൺ എടുത്തത് ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരി പറഞ്ഞു, മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല, 1 മാസത്തിനുള്ളിൽ മോള് ഈ ടെസ്റ്റ് എഴുതിയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു ധൈര്യം കൂടെ തൻ്റെ ഉള്ളിൽ വന്നു. താൻ അപ്പോൾ ഈ എക്സാമിന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അന്ന് മുതൽ ഒരു വ്യത്യാസം തനിക്ക് വരാൻ തുടങ്ങി. ഓരോ ക്വസ്റ്റ്യൻസും ഏകദേശം 20,000-ലധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഓരോന്നും ഇങ്ങനെ നോട്ട് ചെയ്ത് പോകുമ്പോൾ ചില ചോദ്യങ്ങൾ വരുമ്പോൾ ആരോ തൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ തോന്നി, ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്യണം, ഇത് പഠിക്കാതെ നീ അടുത്ത ചോദ്യത്തിലേക്ക് പോകരുത് എന്നാരോ തൻ്റെ ഉള്ളിൽ നിന്നും പറയുന്നത് പോലൊരു അനുഭവം ഡീനയ്ക്കുണ്ടായി. ഞാനൊരു 10,000-20,000 ചോദ്യങ്ങളുണ്ട് CD-യിൽ ഒരു വൊക്കാബുലറി നമുക്ക് തരുന്ന ഒരു വൊക്കാബുലറി. ഇതിൽ നമുക്ക് എക്സാം ഇടുന്ന അവരുടെ കയ്യിൽ ഇതൊന്നും അല്ലാതെ ഇത് എത്രയോ ഉണ്ട്, നമുക്ക് അറിയത്തില്ല, എത്രയുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ പേടിയോടെയാണ് നമ്മളിരുന്ന് പഠിക്കുന്നത്. ഈ വിശ്വാസം ഇനി വന്നത് മുതൽ ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കും. ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ പഠിക്കുന്ന ക്വസ്റ്റ്യൻ വരണേ എന്നല്ല, എനിക്ക് വരേണ്ട ക്വസ്റ്റ്യൻ നീ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും എനിക്ക് വരണേ എന്നല്ല, എനിക്ക് വരേണ്ട ക്വസ്റ്റ്യൻ നീ എന്നെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ്
ഞാൻ പ്രാർത്ഥിച്ചു, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. That is great. എന്നിട്ട് ഓരോ ചോദ്യങ്ങളും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ കവർ ചെയ്ത് പോകുമ്പം ചില ക്വസ്റ്റ്യൻസ് എത്തുമ്പം ഭയങ്കര ടഫുള്ളതായിരിക്കും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരും പോലെ സ്കിപ്പ് നെക്സ്റ്റ് അടിച്ച് വിടാൻ വേണ്ടി മൗസ് അങ്ങ് കൊണ്ട് വെക്കുമ്പോഴത്തേനും എന്നോട് ആരോ പറയുന്നു, ഇത് നീ പഠിക്കാതെ മറ്റൊരു ക്വസ്റ്റ്യൻ നീ ചെയ്യരുത് എന്ന് തീർത്ത് എന്നോട് പറയുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻസ് അതുപോലെ ശ്രദ്ധിച്ചു. ഇത് ദൈവമാണ് എന്നോട് പറയുന്നതെന്ന് എനിക്കറിയാം. ഞാനത് പഠിച്ചു. അങ്ങനെ ഞാൻ പഠിച്ച 75% ചോദ്യങ്ങളും 150 ക്വസ്റ്റ്യൻസിൽ നിന്ന് 75% ചോദ്യങ്ങളും ഞാൻ ചെയ്ത് പഠിച്ചത് തന്നെയാണ് വന്നത്. അതെനിക്ക് പാസ് മാർക്കിനുള്ളതായി. യേശു അവളുടെ ടീച്ചറായിട്ട് മാറി. അപ്പോൾ കർത്താവുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതാനുള്ള കുട്ടികളെല്ലാം ശ്രദ്ധിക്കണേ. കർത്താവുമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് യേശു തന്നെ അടുത്തിരുന്ന് ഇന്ന ചോദ്യം വരും, ഇന്നത് വളരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു തരും. അങ്ങനെ 75% ചോദ്യങ്ങൾ വന്നു. നല്ല മാർക്ക് കിട്ടി. മാർക്ക് അവർ അനൗൺസ് ചെയ്യില്ല, ഇന്നാണോ ഔട്ടാണോ, ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഇന്നാണ് പാസ്സായി. കൺഗ്രാറ്റുലേഷൻസ്. ഒരു കൈയടി കൊടുക്കാമോ? ഇനി എന്നാ പോകുന്നത്? ഇനി അവിടെ അബുദാബിയിൽ ഞാൻ പോയായിരുന്നു. അവിടെ ഇന്റർവ്യൂവിൽ സെലക്റ്റഡ് ആയി. ഇനി അവർ എന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. 2 മാസത്തിനുള്ളിൽ പോവാന്നാണ് അവർ പറഞ്ഞത്. വലിയൊരു വിശ്വാസമാണ് കൈമുതലായിട്ട് കിട്ടിയത്. ഒരു വലിയൊരു സ്വർണ്ണക്കട്ട കിട്ടുന്നതിനേക്കാൾ വലുതാണ് കർത്താവിൻ്റെ വിശ്വാസം ലഭിക്കുന്നത്. കൈകൾ ഉയർത്തി നന്ദി പറയാം. കർത്താവെ, ഈ പെൺകുട്ടിക്ക് വേണ്ടി കർത്താവ് ചെയ്ത എല്ലാത്തിനുമായി നന്ദി, അനുഭവങ്ങൾക്കായി നന്ദി. ഇന്ന് ഈ സാക്ഷ്യം കാണുന്ന വ്യക്തികളിൽ കൂടെ ആ വിശ്വാസം ഉളവാകട്ടെ. യുവതീവാക്കന്മാർ, വിദ്യാർത്ഥിനികൾ, അവർക്കെല്ലാം ഈ സാക്ഷ്യം ഒരു ഉത്തേജനവും ഉത്സാഹവുമായി മാറട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഈ പെൺകുട്ടി അനുഗ്രഹിച്ചയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനായി ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. ഈ വരുന്ന ഓഗസ്റ്റ് 14 വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കോൺഫറൻസ് നടക്കുകയാണ്. ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. തീർച്ചയായും ഭാര്യ ഭർത്താക്കന്മാർ വരണം. ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ, രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരൊറ്റ ദിവസം. വിവിധ സെഷനുകളിലായി ടീച്ചിങ് ക്ലാസ്സുകളിലും ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെ ഹെൽത്തി ഫാമിലീസായി, ഹാപ്പി ഫാമിലീസായി കർത്താവ് പണിയും. തീർച്ചയായും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് Titus chapter 3 and verse number 7. തീത്തോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. So that having been justified by his grace we might become heirs, having the hope of eternal life. അവിടുത്തെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് നിത്യജീവന്റെ പ്രത്യാശ പ്രകാരം നാം അവിടുത്തെ അവകാശികളായി തീരുവാൻ നമ്മുടെ രക്ഷകനായ ക്രിസ്തുയേശു മുഖാന്തരം അവിടുത്തെ ആത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി പകർന്നിരിക്കുന്നു. The third blessing is eternal life when we have a good relationship with God.
നമുക്ക് മൂന്നാമതായി ലഭിക്കുന്നത്, ദൈവവുമായി നമുക്ക് ഒരു നല്ല ബന്ധമുള്ളപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിത്യമായ ജീവിതമാണ്. Hallelujah. ഹല്ലേലൂയ. So when you have a good connection with God, നിങ്ങൾക്ക് ദൈവവുമായി ഇതുപോലൊരു നല്ലൊരു ബന്ധമുള്ളപ്പോൾ 1, 2, 3, 4, 5, 6, so many blessings are coming step by step. യേശുവുമായി നല്ലൊരു ബന്ധം വരുമ്പോൾ 1, 2, 3, 4, 5, 6, 7 എന്നിങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുകയാണ്. Whoever you are, God is standing with open arms to embrace anyone who comes to him because he is a big father. നിങ്ങൾ ഏതൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ദൈവം ഇന്ന് തന്റെ കരങ്ങൾ വിരിച്ച് നിങ്ങളെ ആലിംഗനം ചെയ്യുവാൻ വേണ്ടി, നിങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി, നിങ്ങളുമായി നല്ലൊരു ബന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. Jesus says, come to me. യേശു പറയുകയാണ്, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വന്നാലും. Jesus says, come to me. യേശു പറയുകയാണ്, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വന്നാലും. You may be burdened, but come to me. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷെ നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വന്നാലും. You may be working very hard in your life, but come to me. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വന്നാലും. If you come to me, I will beat you. നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് ഞാൻ നിങ്ങളെ അടിക്കാമെന്നല്ല പറഞ്ഞത്. He says, if you come to me, I will give you rest. Souls. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നാ പറഞ്ഞത്. Hallelujah. ഹല്ലേലൂയ. I remember when my children were very small. എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ Sometimes when they would fall down, ചില സമയത്ത് അവർ വീഴുമ്പോൾ they will come to me crying, Dada. അവർ എൻ്റെ അടുത്തോട്ട് കരഞ്ഞുകൊണ്ട് ഓടി എൻ്റെ അടുക്കിലേക്ക് വരുമായിരുന്നു. ഡാഡാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുമായിരുന്നു. What I do is I will stand like this. ഞാൻ ചെയ്യുന്ന ഇങ്ങനെ കൈകൾ വിരിച്ചു നിൽക്കും. And when they come, I embrace them and carry. അവർ ഓടി വരുമ്പോൾ അവരെ ഞാൻ കെട്ടിപ്പിടിച്ച് അങ്ങനെ എൻ്റെ മാറിലേക്ക് എടുക്കാറുണ്ട്. They are pacified and they don't cry anymore. അവരെ ഞാൻ ആശ്വസിപ്പിക്കും, അതിനുശേഷം അവർ കരയുകയില്ല. Suddenly they get comfort. പെട്ടെന്ന് അവർക്കൊരു ആശ്വാസം ലഭിക്കുകയാണ്. In the same way, അതുപോലെ തന്നെ our Heavenly Father is always expecting us. നമ്മുടെ സ്വർഗ്ഗത്തിലെ പിതാവ് എപ്പോഴും നമ്മളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. Whenever we cry, നമ്മൾ എപ്പോഴൊക്കെ കരയുന്നുണ്ടോ, we can run to Him. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാൻ He is കഴിയും. our heavenly dad. അവനാണ് നമ്മുടെ സ്വർഗ്ഗത്തിലെ പിതാവ്. He is our heavenly daddy. അവനാണ് നമ്മുടെ സ്വർഗ്ഗത്തിലെ ഡാഡി. As boys and girls, we can, sons and daughters, we can rush to Him. നമ്മൾ ആ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഓടി ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുന്നതാണ്. That relationship will give us so much blessings. അങ്ങനെ ദൈവവുമായ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു തരുന്നതാണ്. Within a few minutes, we are going to close this blessing festival. നമ്മൾ ചില മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലൂടെ ഇന്ന് അവസാനിപ്പിക്കാൻ But പോവുകയാണ്. before that, അതിനു മുൻപായി build a safe, healthy relationship with this God. നിങ്ങൾ ചെയ്യേണ്ടത് ഈ നല്ല ദൈവവുമായി വളരെ സുരക്ഷിതമായ, ഏറ്റവും നല്ല ആരോഗ്യമുള്ള, ശക്തിയായ ഒരു നല്ലൊരു ബന്ധം നാം ദൈവവുമായി ഉണ്ടാക്കണം. When you were studying in your schools or colleges, നിങ്ങൾ നിങ്ങളുടെ കോളേജ് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ you had many friends. നിങ്ങൾക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. After the class, ആ ക്ലാസ് many of them left. അതിൽ ഒത്തിരി ആളുകളും നിങ്ങളെ വിട്ടുമാറാറുണ്ട്. Some are sending some SMS these days. ചില ആളുകൾ ചില SMS-കൾ ഈ സമയത്ത് അയക്കാറുണ്ട്. No good relationship. നല്ലൊരു ബന്ധം അവരുമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ And കഴിയില്ല. when you were working in that office, you had some friends and some relationships. നിങ്ങൾ ആ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ചില സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായിരുന്നു. And when you came to this office, you left those relationships. എന്നാൽ നിങ്ങൾ ഈ ഓഫീസിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആ സുഹൃത്തുക്കളൊക്കെ വിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ സുഹൃത്തുക്കളാണ്. Some friends and some relationships are seasonal. ചില സുഹൃത്തുക്കൾ, ചില ബന്ധങ്ങൾ അത് ചില കാലഘട്ടത്തിന് വേണ്ടി മാത്രമാണ്.
And when you were living in that house, in a rented house, you had some neighbors. നിങ്ങൾ ആ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള ചില പരിചയത്തിലുള്ള അയൽവക്കക്കാരുണ്ട്. Now you shifted to this ward. എന്നാൽ നിങ്ങൾ മറ്റൊരു വാർഡിലേക്ക് പോകുമ്പോൾ You have new friends. നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നു. They are forgotten. അവരെ നമ്മൾ മറന്നു പോവുകയാണ്. But the relationship with God is not like that. എന്നാൽ ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല. You may be moving from Alapi to Kayamkulam, but this relationship should stand. നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരിക്കും, പക്ഷെ ഈ ദൈവവുമായുള്ള ഈ ബന്ധം അത് എന്നേക്കും നിലനിൽക്കണം. Tomorrow you will go to Australia, but this relationship should stand. ഒരുപക്ഷെ നിങ്ങൾ നാളെ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയെന്നിരിക്കാം, പക്ഷെ ദൈവവുമായുള്ള ഈ ബന്ധം അത് എന്നും After a നിലനിൽക്കണം. few years you will die and you will leave this planet. Even then this relationship should stand. നിങ്ങൾ ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ മരിച്ചു പോകൂ, നിങ്ങൾ ഈ ലോകത്ത് മാറ്റപ്പെടും, എന്നാലും അതിന് ശേഷവും ഈ ദൈവവുമായുള്ള ബന്ധം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. Shout a big hallelujah. വലിയൊരു ഹല്ലേലൂയ പറഞ്ഞാലോ. Our God is an eternal God. നമ്മുടെ ദൈവം നിത്യമായ ദൈവമാണ്. And he is an eternal Father. നമ്മുടെ ദൈവം നിത്യനായ പിതാവാണ്. Anytime we can count on him, we can rely on him. ഏത് സമയത്ത് നമുക്ക് ആ ദൈവത്തെ ആശ്രയിക്കുവാനും തന്നിൽ നമ്മുടെ പ്രത്യാശ അർപ്പിക്കുവാനും കഴിയുന്നതാണ്. നമ്മുടെ ഈ വർഷത്തെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ഒരു പ്രാർത്ഥനാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഏകദേശം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് തുടർച്ചയായി നമ്മളെല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിരിക്കും. കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് തീർച്ചയായും ആ വലിയ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്നാൽ നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അയക്കാം. ഇമെയിലിലൂടെയോ കത്തിലൂടെയോ ഫോണിലൂടെയോ അയക്കാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏതെങ്കിലും ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലരെയും ദൈവകരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഫോട്ടോകൾ അയച്ചു തരിക. നേരത്തെ തന്നെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ബ്ലെസ്സിങ് ടുഡേ അഡ്രസ്സിലേക്ക് അയച്ചു തരിക. ആ ദിവസം ആ ഫോട്ടോകളിൽ കൈവച്ച് ഒത്തിരി പേർ ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മളത് ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥന വിഷയങ്ങൾ മാത്രമല്ല, ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ഫോട്ടോകൾ കൂടെ അയച്ചു തരിക. തീർച്ചയായും കർത്താവ് അവരെ സ്പർശിക്കും. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ജൂലൈ 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നവനീതം ഓഡിറ്റോറിയം, ചിന്മയ ബാലഭവന് സമീപം, കണ്ണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ആഗസ്റ്റ് 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ഐക്യതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, രോഗികളെ അങ്ങ് തൊടണമേ. പ്രത്യേകിച്ച് കുട്ടികളില്ലാതെ മനപ്രയാസത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആരെല്ലാം ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നോ അതിൽ കുട്ടികളില്ലാത്തവരെ കർത്താവേ അങ്ങ് തൊട്ടനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്.
കർത്താവെ, അതുപോലെ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ വിടുതൽ കർത്താവെ നീ ഓരോരുത്തർക്കും കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഗോൾ ബ്ലാഡറിന്, പിത്താശയത്തിന് പ്രയാസമുള്ള, ചിലപ്പോൾ അതിനകത്ത് കല്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് സിസ്റ്റുകളോ പഴുപ്പോ, അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചെറുകുടലിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ ആന്തരാവയവങ്ങളിൽ എവിടെ പ്രയാസമുണ്ടെങ്കിലും കർത്താവിൻ്റെ വലിയ സൗഖ്യം അവിടെ ഇപ്പോൾ നടക്കട്ടെ. തലച്ചോറിൽ സൗഖ്യം നടക്കട്ടെ ഇൻ ജീസസ് നെയിം. ഷുഗർ നിമിത്തം ഉണങ്ങാത്ത മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണങ്ങാൻ തുടങ്ങട്ടെ. താങ്ക് യു ഫാദർ. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആർത്രൈറ്റിസ് രോഗമുള്ള, സന്ധിവാതമുള്ള ചിലരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ മരിക്കണം എന്ന് ഭയങ്കരമായി അകത്തിങ്ങനെ തോന്നലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിലരെ, ആത്മഹത്യാ പ്രവണതയുള്ള ചിലരെ കർത്താവ് ഇന്ന് സ്വതന്ത്രമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ ചിന്തകൾ മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ മൂക്കിൻ്റെ അകത്ത് മാംസം വളർന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ത്വക്കിലുള്ള ചില പാണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ, ഡിസ്കളറേഷൻ എല്ലാം മാറിപ്പോകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. അതിലെല്ലാം കർത്താവ് പ്രവർത്തിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് കണ്ണൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന, നാളെ കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇതുവരെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പോലും പങ്കെടുത്തിട്ടില്ലാത്തവർ തീർച്ചയായും വരണം. പങ്കെടുത്തിട്ടുള്ളവർ വീണ്ടും വരിക, കൂടുതൽ അനുഗ്രഹങ്ങളിൽ നിറയുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കർത്താവ് അതിലൂടെ, ആ പുസ്തകങ്ങളിലൂടെ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കൂടാതെ ഇനി ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന പ്രാർത്ഥനകളിലേക്ക് എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വന്ന് തുടർച്ചയായ ദൈവിക അനുഗ്രഹങ്ങളിൽ നിറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. തിങ്കളാഴ്ച നമുക്ക് ഈ ബ്ലെസ്സിങ് ടുഡേയിൽ വീണ്ടും കാണാം. മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.